എൻ ശക്തൻ സ്പീക്കറാകും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി എൻ ശക്തനെ തീരുമാനിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ തീരുമാനമായിട്ടില്ല. UDF യോഗത്തിൽ കേരള കോൺഗ്രസ് എം അവകാശം ഉന്നയിച്ചതോടെയാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ തീരുമാനമാകാതെ വന്നത്. സ്പീക്കർ സ്ഥാനം കോൺഗ്രസിന് തന്നെ നൽകാൻ UDF കക്ഷി നേതാക്കളുടെ യോഗം തീരുമാനമെടുത്തിരുന്നു. ഇതിനുശേഷം മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനും ടെലിഫോണിൽ സംസാരിച്ചു. പിന്നീട് എൻ ശക്തനെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ എൻ ശക്തൻ സ്പീക്കർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ ക്ലിയറൻസ് കിട്ടി. ഏറ്റവും വേഗത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനെ നിശ്ചയിക്കേണ്ടത് അസംബ്ലിയിൽ നിന്നാണ് നിശ്ചയിക്കേണ്ടത്. ഈ ആഴ്ച തന്നെ നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിനായി കേരള കോൺഗ്രസ് എം യോഗത്തിൽ അവകാശവാദം ഉന്നയിച്ചു. PC ജോർജാണ് ആവശ്യമുന്നയിച്ചത്. ഇതോടെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാതെ യോഗം പിരിയുകയായിരുന്നു. മാർച്ച് 13-ന് ബജറ്റിനെതിരെ പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധത്തെ നേരിടുമെന്ന് UDF പ്രമേയം പാസാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൃഷ്ണമൂർത്തി ജേക്കബ് ജോബ് സംഭാഷണ CD പുറത്തുവിട്ടത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും ബജറ്റിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനല്ല CD പുറത്തുവിട്ടതെന്നും PC ജോർജ്. പീപ്പിൾ TVയുടെ അന്യോന്യം പരിപാടിയിലാണ് PC ജോർജിന്റെ ഈ വെളിപ്പെടുത്തൽ. നിസാം ശിക്ഷിക്കപ്പെടുന്നതുവരെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും തന്റെ സ്ഥാനം നഷ്ടമായാൽ പോലും നിസാമിന് ശിക്ഷ ലഭിക്കണമെന്നും PC ജോർജ് പറഞ്ഞു. ഇക്കാര്യത്തിൽ മാണിയുടെയും പാർട്ടിയുടെയും പിന്തുണയുണ്ടെന്നും ജോർജ് അറിയിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചാണ് ഇത് പബ്ലിസൈസ് ചെയ്തത്. അതെ, മുഖ്യമന്ത്രി കൊടുത്തോളാൻ പറഞ്ഞു. മുഖ്യമന്ത്രി മാത്രമല്ല, എന്തായിരുന്നു രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, രമേശ് ചെന്നിത്തലയെ. അപ്പോൾ അദ്ദേഹത്തെ കിട്ടില്ല. 1 മിനിറ്റ് കഴിയുമ്പോൾ രമേശ് ചെന്നിത്തല തിരിച്ചു വിളിച്ചു. PC ഒരു കാര്യം ചെയ്യും, ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചു, അത് പത്രക്കാർ കൊടുത്തേരെ. കാരണം തമിഴ്നാട് ജയലളിതയുടെ സംഘമുണ്ട്. ആ സംഘത്തിൽ അംഗമാണ് DGP. ഇതൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ്. ഗുരുതരമായ കാര്യമാണ് ഞാൻ പറയുന്നത്, മനസ്സിലായില്ലേ? വർഷങ്ങളായി തമിഴ്നാട്ടിൽ ഉള്ള ക്ഷേത്രങ്ങളിൽ മുഴുവൻ നമ്മുടെ കർപ്പൂരം, തേങ്ങ, അതുപോലെ തന്നെ നമ്മുടെ ഈ ചന്ദനം, ഇത് കൊടുക്കുന്നതിൻ്റെ ഈ ഹോൾസെയിൽ ബിസിനസ് എന്ന് പറയുന്നതിൻ്റെ ഉടമയാണ് ഈ DGP എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കേരള കോൺഗ്രസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് PC തോമസിനെ നീക്കി. സ്കറിയ തോമസ് പുതിയ പാർട്ടി ചെയർമാൻ. കോട്ടയത്ത് ചേർന്ന സംസ്ഥാന കൺവെൻഷനിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. V സുരേന്ദ്രൻപിള്ളയാണ് പാർട്ടി വർക്കിംഗ് ചെയർമാൻ. അതേസമയം തന്നെ പുറത്താക്കിയ സ്കറിയ തോമസിന് പാർട്ടിയിൽ പ്രാഥമിക അംഗത്വമില്ലെന്ന് PC തോമസ് ആരോപിച്ചു. നാളെ സംസ്ഥാന കമ്മിറ്റി കോട്ടയത്തെ യോഗം ചേർന്ന് V സുരേന്ദ്രൻപിള്ളയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും PC തോമസ് പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്ന് LDF കേരള കോൺഗ്രസിനോട് നിർദ്ദേശിച്ചിരുന്നു. അതിനുള്ള നിരവധി അവസരങ്ങൾ ലഭിച്ചിട്ടും PC തോമസ് തയ്യാറാകാത്തതിനെ തുടർന്നാണ് സ്കറിയ തോമസിന്റെയും മുൻമന്ത്രി V സുരേന്ദ്രൻപിള്ളയുടെയും നേതൃത്വത്തിൽ അടിയന്തരമായി കോട്ടയത്ത് സംസ്ഥാന കൺവെൻഷൻ ചേർന്നത്. PC തോമസിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗങ്ങളായിരുന്ന 32-ൽ 21 പേരും 14 ജില്ലാ പ്രസിഡന്റുമാരിൽ 10ഉം 7 പോഷക സംഘടനാ പ്രസിഡന്റുമാരും കോട്ടയത്തെ യോഗത്തിനെത്തിയിരുന്നു. പലവട്ടം ചർച്ചകൾ നടത്തിയിട്ടും യോജിപ്പിന് തയ്യാറാകാതെ PC തോമസ് ഒഴിഞ്ഞുമാറി. എപ്പോൾ വന്നാലും സ്വീകരിക്കാൻ തയ്യാറാണെന്നും നേതാക്കൾ കൺവെൻഷനിൽ വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ ഹിഡൻ അജണ്ടയുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. ആ ഹിഡൻ അജണ്ട യാഥാർത്ഥ്യമാക്കാൻ, നടപ്പിലാക്കാൻ ശ്രീ PC തോമസ് സ്വയം അവഹേളന പത്രമായി മുന്നണിയിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പൊ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. PC തോമസിനെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിരുന്നെങ്കിലും അദ്ദേഹം യോഗത്തിലെത്താൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാനായി സ്കറിയ തോമസിനെയും വർക്കിംഗ് ചെയർമാനായി V സുരേന്ദ്രൻപിള്ളയെയും കൺവെൻഷൻ തിരഞ്ഞെടുത്തത്. അതേസമയം ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയ സ്കറിയ തോമസിന്റെ നടപടി പാർട്ടി വിരുദ്ധമാണെന്നും V സുരേന്ദ്രൻപിള്ള പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നും PC തോമസ് ആരോപിച്ചു. 1/1/2015 മുതൽ അദ്ദേഹത്തിന് കേരള കോൺഗ്രസ് പാർട്ടിയിൽ പ്രാഥമിക അംഗത്വം പോലുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ നേതൃത്വം കൊടുക്കുന്ന ഒരു നീക്കം അത് തികച്ചും നിയമ വിരുദ്ധമാണ് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അതിന് യാതൊരു നിയമ സാധുതയുമില്ല. നാളെ കോട്ടയത്ത് ചേരുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഭരണഘടന അടിസ്ഥാനമാക്കി നടപടി ആലോചിക്കുമെന്നും PC തോമസ് വ്യക്തമാക്കി. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാലിക്കറ്റ് സർവകലാശാല പ്രശ്നപരിഹാരത്തിന് VCയുമായി നടത്തിയ ചർച്ച വിജയമെന്ന് SFI. സ്വാശ്രയ കായിക വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ നിന്ന് ഒഴിപ്പിക്കും. MSF ആക്രമണത്തിൽ നിരവധി SFI പ്രവർത്തകർക്ക് പരിക്ക്. സർവകലാശാല ഒരാഴ്ച അടച്ചിടും. കൂടുതൽ വിവരങ്ങളുമായി ഷമീമ ചേരുന്നു. ഷമീമ, എപ്പോഴാണ് VC യുവജന സംഘടനകളുമായി ചർച്ചയ്ക്ക് തയ്യാറായത്?
രശ്മി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ 146 ദിവസമായി തുടരുന്ന സമരത്തിനാണ് ഇന്ന് വിജയം കണ്ടിരിക്കുന്നത്. നേരത്തെ രാവിലെ VC ചർച്ചയ്ക്ക് വിളിച്ചു ചേർത്തെങ്കിലും VC തന്നെ ചർച്ചയ്ക്ക് വരാതിരുന്ന സാഹചര്യത്തിൽ DYFI പ്രവർത്തകർ VCയുടെ വീട് ഉപരോധിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് പിന്നെ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തിയത്. SFI പ്രവർത്തകരുമായാണ് VC ചർച്ച നടത്തിയത്. അതേസമയം MSF പ്രവർത്തകർ ഉണ്ടായിരുന്നില്ല. എന്നാൽ പൂർണ്ണമായും വിദ്യാർത്ഥികളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്ന രീതിയിലേക്കാണ് അന്തിമ തീരുമാനമെത്തിയത്. പ്രധാനമായും സ്വാശ്രയ കായിക വിദ്യാർത്ഥികൾക്ക് മറ്റ് ഗസ്റ്റ് ഹൌസിലേക്ക് താമസം മാറ്റാൻ VC അനുവദിച്ചു. ഒരാഴ്ചക്കകം തന്നെ സ്വാശ്രയ കായിക വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ എത്തിക്കാനും ചർച്ചയിൽ തീരുമാനമായി. അതേസമയം 6 മാസത്തിനകം പുതിയ ഹോസ്റ്റൽ സ്വാശ്രയ കായിക വിദ്യാർത്ഥികൾക്ക് നിർമ്മിച്ചു നൽകുമെന്നും VC വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകി. ഇതേ തുടർന്നാണ് കഴിഞ്ഞ 146 ദിവസമായി തുടരുന്ന വിദ്യാർത്ഥികളുടെ സമരം പിൻവലിക്കാൻ SFI പ്രവർത്തകർ തീരുമാനിച്ചത്. തീർച്ചയായും പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടി ഒരു വിജയം തന്നെയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തുടരുന്ന സമരത്തിന്റെ വിജയം എന്ന് തന്നെ പറയാം. ഇനി എന്തായാലും അതേസമയം MSF പ്രവർത്തകർ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. VCയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ല, അതേസമയം തങ്ങൾ ഹോസ്റ്റലുകളിൽ നിന്ന് ഒഴിഞ്ഞുകൊടുക്കില്ല എന്നീ നിലപാടിലാണ് MSF പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. അതേസമയം ഒരാഴ്ചയ്ക്ക് ഇനി യൂണിവേഴ്സിറ്റിയിലെ പഠന വകുപ്പുകൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി പ്രഖ്യാപനം നടത്തി VC. നേരത്തെ MSF പ്രവർത്തകർ SFI പ്രവർത്തകർക്ക് നേരെ അക്രമം നടത്തിയിരുന്നു. ഈ സാഹചര്യമെല്ലാം മുന്നിൽ കണ്ടാണ് അദ്ദേഹം പഠന വകുപ്പുകൾ അടച്ചിടാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രശ്മി, ഷമീമയാണ് റിപ്പോർട്ട് നൽകിയത്. രാജ്യമുട്ടക്ക് ബീഫ് നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം തുടങ്ങി. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത് സംബന്ധിച്ച് നിയമമന്ത്രാലയത്തോട് അഭിപ്രായം ആരാഞ്ഞു. ആദ്യഘട്ടത്തിൽ മാതൃകാ ബില്ലുണ്ടാക്കി സംസ്ഥാനങ്ങൾക്ക് നൽകാനാണ് തീരുമാനം. മഹാരാഷ്ട്രയിൽ ബീഫ് നിരോധനത്തെ തുടർന്നുണ്ടായ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് രാജ്യം മുഴുവൻ നിരോധനം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്രം ആരംഭിച്ചത്. ബീഫ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനങ്ങളുടേതിന് സമാനമായ മാതൃകാ നിയമമുണ്ടാക്കി മറ്റു സംസ്ഥാനങ്ങൾക്ക് നൽകാനാണ് നീക്കം. ഇതു സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിയമമന്ത്രാലയത്തോട് അഭിപ്രായം ആരാഞ്ഞു. നിലവിൽ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ ഗോവധം നിരോധിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ 48-ാം വകുപ്പ് പ്രകാരം വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നതിനുള്ള നിരോധനം ഏർപ്പെടുത്താനുള്ള അധികാരമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യമൊട്ടുക്ക് ബീഫ് നിരോധിക്കുന്നതിനുള്ള നിയമസാധുതയാണ് കേന്ദ്രം അന്വേഷിക്കുന്നത്. ഗുജറാത്ത് സർക്കാരിന്റെ ഗോവധ നിരോധന നിയമം ശരിവെച്ച 2005-ലെ സുപ്രീം കോടതി വിധിയും കത്തിൽ പരാമർശിക്കുന്നു. നേരത്തെയും ഇത്തരത്തിലുള്ള മാതൃകാ ബില്ലുകൾ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പ്രളയബാധിത മേഖലകളുടെ സംരക്ഷണം, ഭൂഗർഭജല സംരക്ഷണ ബിൽ തുടങ്ങിയ മാതൃകാ ബില്ലുകൾ അടുത്ത കാലത്താണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് അയച്ചുകൊടുത്തത്. RSSന്റെ പ്രഖ്യാപിത അജണ്ടയായ സമ്പൂർണ്ണ ഗോവധ നിരോധനം നടപ്പിലാക്കാനുള്ള BJP സർക്കാർ നീക്കം വൻ പ്രതിഷേധത്തിന് ഇടയാക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാസർഗോഡ് ആസ്ഥാനമായുള്ള കേരള കേന്ദ്ര സർവകലാശാലയിൽ ഓഫീസിനും സയൻസ് ബ്ലോക്കിനും കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്തതിൽ വൻ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തി. യഥാർത്ഥത്തിൽ സർവകലാശാല ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറെ കെട്ടിട ഏരിയയ്ക്ക് വർഷങ്ങളായി അധിക വാടക നൽകി വരുന്നതായാണ് കണ്ടെത്തൽ. 30 ലക്ഷത്തിലേറെ രൂപയാണ് ഇങ്ങനെ അധിക വാടകയായി കെട്ടിട ഉടമകൾക്ക് ഇതുവരെ ലഭിച്ചത്. 1 വർഷം മുൻപ് ഇക്കാര്യം ബോധ്യപ്പെട്ടിട്ടും തുക തിരിച്ചുപിടിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ചട്ടവിരുദ്ധ നിയമനങ്ങൾ, സെക്യൂരിറ്റി സർവീസ് ഇടപാടിലെ ലക്ഷങ്ങളുടെ വെട്ടിപ്പ് എന്നിവയ്ക്ക് പിന്നാലെയാണ് കേരള കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാന കാര്യാലയത്തിനും സയൻസ് ബ്ലോക്കിനും വേണ്ടി ഏറ്റെടുത്ത കെട്ടിടങ്ങളുടെ വാടക നൽകിയതിലും തിരിമറി കണ്ടെത്തിയത്. കാസർഗോഡ് നായന്മാർമൂലയിലെ BKM ടവേഴ്സിലാണ് പെരിയ ക്യാമ്പസിലേക്ക് മാറും വരെ സർവകലാശാല ആസ്ഥാന കാര്യാലയം പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കാത്ത 806 സ്ക്വയർ ഫീറ്റ് കെട്ടിട വിസ്തൃതിക്ക് വർഷങ്ങളായി സർവകലാശാല വാടക നൽകി വരികയാണ്. കഴിഞ്ഞ ഫെബ്രുവരി വരെ 13 ലക്ഷത്തിലേറെ രൂപയാണ് ഇതുമൂലം സർവകലാശാലയ്ക്കുണ്ടായ നഷ്ടം. തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് സർവകലാശാല കെട്ടിട ഉടമയ്ക്ക് നൽകിയ നോട്ടീസിന് ലഭിച്ച മറുപടിയിൽ 212 സ്ക്വയർ ഫീറ്റ് കെട്ടിട വിസ്തൃതിക്ക് അധിക വാടക ഈടാക്കിയതായി കെട്ടിട ഉടമ തന്നെ സമ്മതിക്കുന്നു. നീലേശ്വരം പഠനക്കാട്ടെ റിവർവ്യൂ കെട്ടിടമാണ് സയൻസ് ബ്ലോക്കിന് വേണ്ടി വാടകയ്ക്കെടുത്തത്. യഥാർത്ഥത്തിൽ ഇവിടെ സർവകലാശാലയുടെ കൈവശമുള്ളത് 57,970 സ്ക്വയർ ഫീറ്റ് ഏരിയ മാത്രമാണ്. എന്നാൽ 2010 നവംബർ മുതൽ കഴിഞ്ഞ മാസം വരെ സർവകലാശാല നൽകി വരുന്നത് 61,515 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിനാണ്. ഇതുമൂലം സർവകലാശാലയ്ക്ക് ഇതുവരെയുണ്ടായിട്ടുള്ള സാമ്പത്തിക നഷ്ടം 18 ലക്ഷത്തിലേറെ രൂപയാണ്. ഇതിനു പുറമെ 4ാം നിലയിലെ ടെറസിൽ ക്ലാസ് റൂം ഷെഡ് നിർമ്മിക്കുന്നതിന് 10 ലക്ഷത്തോളം രൂപ സർവകലാശാല ചെലവഴിച്ചു. എന്നാൽ ഈ തുക വാടകയിൽ കുറവ് വരുത്തി തിരിച്ചുപിടിക്കുന്നതിന് യാതൊരു നടപടിയും ഉണ്ടായില്ല. നിയമനങ്ങളിലും സെക്യൂരിറ്റി സേവനത്തിലും ക്രമക്കേടുകൾ കണ്ടെത്തിയതിന് തൊട്ടുപിന്നാലെയാണ് കേരള കേന്ദ്ര സർവകലാശാല വാടകയ്ക്കെടുത്ത കെട്ടിടങ്ങളുടെ കാര്യത്തിലും തട്ടിപ്പ് കണ്ടെത്തുന്നത്. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.